ഏവർക്കും നമസ്കാരം. ഇന്ന് നവംബർ 30. നമ്മള് 181ാമത് സ്നേഹസംഗമത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ സ്നേഹസംഗമം തുടങ്ങിയിട്ട് 181 ആഴ്ചകളായി. കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച പോലും മുടക്കം കൂടാതെ 1:30 ഈ സംഗമ തീരത്ത് ഞങ്ങൾ എല്ലാവരും ഒത്തുചേരുന്നു. ഇപ്പൊ നമ്മള് ഡിസംബറിന്റെ ഉമ്മറപ്പടിയിൽ എത്തി നിൽക്കുകയാണ് അല്ലെ. ഡിസംബർ മാസം എന്ന് പറയുമ്പോ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ പെട്ടെന്ന് ഓടി വരിക നക്ഷത്ര ദീപങ്ങളും കരോൾ ഗാനങ്ങളും, ഭയങ്കര ഒരു സന്തോഷം. പ്രകൃതി തന്നെ വളരെ അധികം ചൂടും കൂടുതൽ തണുപ്പൊന്നും ഇല്ലാതെ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന കാലാവസ്ഥ, അങ്ങനെ എല്ലാം അനുകൂലമായിട്ടുള്ള ഒരു മഞ്ഞുകാലം, വളരെ സന്തോഷമുള്ള ഒരു സമയം. അതുപോലെ തന്നെ നമ്മുടെ മനസ്സുകളിലൊക്കെ ഈ സ്നേഹസംഗമത്തിൽ എത്തിയിരിക്കുമ്പോഴും ഒരു കൂട്ടായ്മയുടെ ഒരു സന്തോഷമുണ്ട്. ഈ സംഗമവേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്നത്തെ ഈ മീറ്റിംഗ് തുടങ്ങുകയാണ്. സർവചരാചരങ്ങളിൽ നിലകൊള്ളുന്ന പ്രപഞ്ച സൃഷ്ടാവിനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായി ശ്രീമതി ലിംസി ജോസഫിനെ ക്ഷണിക്കുന്നു. ലിംസി ചേച്ചി, താങ്ക് യു. വെൽക്കം ടു ദ സ്വീകരിക്കുന്നു. വെൽക്കം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവൻ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ഇരുളാർന്ന രാവുകൾക്കുമപ്പുറം പുലരിതൻ ശോഭയുണ്ടതോർക്കണം. കലിതുള്ളും തിരമാലകൾക്കപ്പുറം ശാന്തി നൽകുമേശുണ്ടതോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവൻ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവൻ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. തന്റെ വരികളിലൂടെ പ്രത്യാശയുടെ തീരത്തേക്ക് നമ്മെ എല്ലാം അടുപ്പിച്ച ലിംസി ചേച്ചിക്ക് 1000 നന്ദി. അടുത്തതായി ഔദ്യോഗികമായി സ്വാഗതം പറയുന്നതായി ശ്രീമതി ലിസി ആന്റണിയെ ക്ഷണിക്കുന്നു. ലിസ് ചേച്ചി, വെൽക്കം ടു ദ സ്ക്രീൻ. നമസ്കാരം. ഏഷ്യ 49:16. ഇതാ നിന്നെ ഞാൻ എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് ദർശന ക്ലബിലെ അവർ ലേഡി ഓഫ് സോറോസ് ഗ്രൂപ്പാണ്. ആദ്യമായി തന്നെ എല്ലാവർക്കും ക്രിസ്മസ് മംഗളങ്ങളും ന്യൂ ഇയർ ആശംസകളും നേർന്നുകൊള്ളുന്നു. വിശിഷ്ടാതിഥികളെ, എന്റെ പ്രിയ കൂട്ടുകാരെ, ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും 1:30 ഗൂഗിൾ മീറ്റ് വഴി നടത്തിവരുന്ന 181ാമത് സ്നേഹസംഗമത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ആദ്യമായി അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുവാൻ എത്തിയിരിക്കുന്ന ദർശന സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ റെവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMI,
അച്ഛനെ ഏറെ ബഹുമാനത്തോടെ അതിലേറെ സ്നേഹാദരങ്ങളോടെ ഈ വേദിയിലേക്ക് ദർശന ക്ലബിന്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ആറ്റത്തറ സ്നേഹജ്യോതി കോൺവെന്റിലെ മദർ സുപ്പീരിയർ സിസ്റ്റർ ലിറ്റി, വലിയ ജോലി തിരക്കിനിടയിലും ഓടിയെത്തിയ നമ്മുടെ സിസ്റ്ററിനെ ഏറെ സ്നേഹത്തോടെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ദർശനയുടെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മുഖ്യാതിഥി തൃശൂർ ക്ലാർക്ക് വെൽഫെയർ ബോർഡ് ഷൂട്ടർ ശ്രീ ടെന്നീസൺ സാറിന്റെ തിരക്കിനിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ടെന്നീസൺ സാറിനെ സ്നേഹാദരങ്ങളോടെ ദർശനയുടെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്ന അന്തിക്കാട് ഹൈസ്കൂൾ സയൻസ് അധ്യാപിക ശ്രീമതി ബിന്ദു ജിജോ. ബിന്ദു ടീച്ചറെ ഏറ്റവും സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ടീച്ചറുടെ പ്രവർത്തനങ്ങൾ സ്കൂളിലും ജീവിതത്തിലും തിളങ്ങി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദർശന പ്രസിഡന്റ് ഷിബിൻ ഹാരിയെയും സെക്രട്ടറിമാരായ സിനി, മിനി എന്നിവരെയും ഈ അവസരത്തിൽ നമ്മുടെ എല്ലാവരുടെ പേരിലും ദർശനയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. ദർശനയുടെ പൊന്നോമന പുത്രനായ PRO പിയൂസിനെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൺവീനർമാരായ ജോസേട്ടനെയും ഈ പരിപാടിയുടെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന ലില്ലി ആറ്റത്തറയെയും ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പരിപാടിയുടെ അവതാരികയായ അവർ ലേഡി ഓഫ് സോറോസ് ഗ്രൂപ്പിന്റെ നെടുംതൂണായി പ്രവർത്തിക്കുന്ന പൊന്നോമന പുത്രി ജോയ്സി ടീച്ചറെ ഏറ്റവും സന്തോഷത്തോടെ എല്ലാവരുടെയും പേരിലും സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാഗാനം പാടി നമ്മുടെ പരിപാടി ഭക്തി നിർഭരമാക്കിയ ലിംസി ജോസഫിനെയും റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ദർശനയുടെ തിലകമായ ജോസേട്ടനെയും എല്ലാവർക്കും നന്ദി പറയുവാൻ എത്തിച്ചേർന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ ഓമന ചേച്ചിയെയും ദർശനയുടെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും ഞാൻ ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്ന നമ്മളെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ദർശനയുടെയും എന്റെയും പേരിൽ സ്വാഗതം ചെയ്ത് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ലിസ് ചേച്ചി, വളരെ മനോഹരമായ സ്വാഗത ഭാഷണമായിരുന്നു. അടുത്തതായി ഏതൊരു ക്ലബിന്റെയും മികവ് എന്നത് ആ ക്ലബിന്റെ പ്രവർത്തനങ്ങളാണല്ലോ. പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി ശ്രീമാൻ ജോസ് കൊരട്ടിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ജോസേട്ടാ, വെൽക്കം ടു ദ സ്ക്രീൻ. കേൾക്കാലോ. അറിയിപ്പ്: ഇന്നത്തെ സ്നേഹസംഗമം നടത്തുന്നത് അവർ ലേഡി ഓഫ് സോറോസ്. അടുത്ത സ്നേഹസംഗമം നടത്തുന്നത് ഡോർഫ് ഫുട്ബോൾ, ദർശനയുടെ ഡോർഫ് ഫുട്ബോൾ ആണ്. ഇന്ന് നടത്തുന്നത് വെഡിങ് ആനിവേഴ്സറി അഗീത ദമ്പതിമാരുടെ. ഹാപ്പി ബർത്ത്ഡേ, ജന്മദിനാഘോഷിക്കുന്ന സാജു മണ്ണുത്തി. അടുത്ത മാസം 8-ാം തീയതി അവർ ലേഡി ഓഫ് സോറോസിന്റെ വാർഷികം നടക്കുന്നു ചിന്നപ്പള്ളിയിൽ വെച്ച്. അടുത്ത മാസം ജീവന്റെ ഉറവയാണ് സിനിമാ ഗാനം നടത്തുന്നത്. മത്സരത്തിലേക്ക് എല്ലാവരും പങ്കെടുക്കുക, പങ്കുവെക്കുക, വിജയിപ്പിക്കുക. 2017 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19-ാം തീയതി ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. 2024 ജനുവരി 19-ന് ദർശന ക്ലബ്ബ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ചപരിമിതരുടെ 3 ടീമുകൾ, പൂർണ്ണ കാഴ്ചപരിമിതരുടെ 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ചപരിമിതരുടെ 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ചപരിമിതരുടെ ചിങ്കാരി മേളം ടീം, ഓർക്കസ്ട്ര ടീം, അവരുടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ചപരിമിതർക്ക് വേണ്ടിയുള്ള ചെസ്, ഡ്രാമ ടീം പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ചപരിമിതർക്കും ചലനപരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലനപരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ
ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലന പരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലന പരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയുടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ്. ദർശന ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികളുടെ അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരം കുറഞ്ഞവരുമായിട്ടുള്ള 439 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സൊറോസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതിനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിൽ അവർ തയ്യാറാകുന്നു. ഏദൻ ഗ്രൂപ്പ് മക്കളില്ലാത്ത ദമ്പതികളുടെ കൂട്ടായ്മയാണ് ഏദൻ ഗ്രൂപ്പ്. എന്തെങ്കിലും തരത്തിൽ വിഷമം മൂലം വേദന അനുഭവിക്കുകയും തിരസ്കരണം നേടുകയും ചെയ്യുന്ന ദമ്പതികൾ ഒത്തൊരുമിച്ച് പരസ്പരം വിഷമതകൾ പങ്കുവയ്ക്കുവാനും സാമൂഹിക പ്രവർത്തനങ്ങളുടെ കർമ്മനിരതരാകാനും ഈ ഗ്രൂപ്പിൽ അവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായ ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 8500-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാക്കുന്നതിനും കനവെന്ന പ്രോഗ്രാം, ആത്മീയമായി ഉന്നമനത്തിനുള്ള ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങിയ നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തി വരുന്നു. വർഷത്തിലൊരിക്കൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് അത്ലറ്റ് മീറ്റും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയം തൊഴിലിന് വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്നതിന് സുമനസ്സുകളായ വ്യക്തികളുടെ ദർശന ഫ്രണ്ട്സ് ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായ ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനും വേണ്ടി ഒരു ഉപദേശക സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഓൺലൈനിൽ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. 60-ൽ പരം വ്യക്തികൾ ഗൂഗിൾ മീറ്റിലൂടെ നടത്തപ്പെടുന്ന ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്നു. മത നേതാക്കന്മാരുടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലും സമൂഹത്തിന്റെ മുന്നേറ്റമുള്ള വ്യക്തികളുടെ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. പ്രിയ സുഹൃത്തുക്കളെ, 23/11/2024 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഡയറക്ടർ റവറന്റ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMയുടെ അധ്യക്ഷതയിൽ ചേർന്ന 180ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. ഈ ആഴ്ച സ്നേഹസംഗമം നടത്തിയത് ദർശന ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പ്. അവതരണം കുമാരി ലീന MJ നാട്ടിക. പ്രാർത്ഥനാ ഗാനം ശ്രീ KK ഉമേഷ്. സ്വാഗതം കുമാരി സീമ N തോമസ് എടക്കളത്തൂർ. ഗ്രൂപ്പ് പരിചയപ്പെടുത്തിയും റിപ്പോർട്ട് അവതരിപ്പിച്ചതും ശ്രീ KJ ജോസ് കൊരട്ടി. റിപ്പോർട്ട് യോഗം പാസാക്കി. തുടർന്ന് അധ്യക്ഷൻ ഇന്നത്തെ സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഈ മീറ്റിംഗിൽ എത്തിയവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ആഴ്ച പാരാ അത്ലറ്റ് മീറ്റിൽ പങ്കെടുത്തവർക്ക് നന്ദിയും അഭിനന്ദനങ്ങളും. അടുത്ത മാസം ക്രിസ്മസ് ആണ്. ഡിസംബർ 3 ഭിന്നശേഷി ദിനം. തിരുവനന്തപുരത്തെ കളികളുണ്ട്. മെഡൽ കിട്ടുന്നതനുസരിച്ച് സാമ്പത്തിക സഹായം നൽകുന്നു. സ്നേഹസംഗമത്തിന് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടനത്തെത്തിയത് തലശ്ശേരി രൂപതയിൽ ദൈവത്തിൻ ദാസനായ അറമ്പണ്ട് മാധവത്ത് OFM ക്യാമ്പ് HOD വൊക്കേഷണൽ റിഹാബിലിറ്റേഷൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ IN ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് മുതുവറ ആൻഡ് പോസ്റ്റിലറേറ്ററായ റവറന്റ് ഫാദർ ജിതിൻ ആനിക്കുടിയിൽ OFM ആയിരുന്നു. ബഹുമാനപ്പെട്ട സോളമനച്ച മറ്റു വിശിഷ്ട വ്യക്തികൾക്കും എന്നെ വിളിച്ചതിനും മറ്റുള്ളവർക്കും നന്ദി. സീമയാണ് എന്നെ വിളിച്ചത്. നിങ്ങൾ ഭൂമിയിലെ മാലാഖമാരാണ്. മറ്റേതിൽ നിന്നും ഈ കൂട്ടായ്മ ഒരു വിഭിന്നമാണ്. നിങ്ങളുടെ ഇടയിൽ ചരിത്രം സൃഷ്ടിക്കാൻ പറ്റുന്നവരുണ്ട്. ചരിത്ര താളിൽ നിങ്ങളുടെ പേരുകൾ കൊത്തിവയ്ക്കുന്നവരാകും. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഫലപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. മുഖ്യ അതിഥിയായി എത്തിയത് പാവർട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകൻ ശ്രീ ജോയ് പീറ്റർ C ആയിരുന്നു. സോളമനച്ച, ഉദ്ഘാടകൻ ജിതിനച്ച, അവതരണം നടത്തുന്ന ലീന, പ്രാർത്ഥന ചൊല്ലിയ സ്വാഗതം പറഞ്ഞ സീമ,
റിപ്പോർട്ട് അവതരിപ്പിച്ച ജോസ് കോട്ടി. എല്ലാവർക്കും എന്റെ നമസ്കാരം. എല്ലാ ശനിയാഴ്ചയും നടത്തുന്നതിൽ വളരെ സന്തോഷം. നിങ്ങളുടെ ഒത്തൊരുമയോടുള്ള പ്രവർത്തനം കൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ വാക്കുകൾ ഊർജ്ജം നൽകുന്നതാണ്. വാക്കുകൾ പോസിറ്റീവായി എനർജിയായി മാറ്റുക. മിനിയാണ് എന്നെ വിളിച്ചത്. പ്രവർത്തനങ്ങൾ കൂടുതൽ ഉയരങ്ങളിൽ എത്തുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിശിഷ്ടാതിഥിയായി വന്നത് ശ്രീമതി സുനിത, അക്ഷയ കേന്ദ്രം. സ്നേഹമുള്ളവരെ, ദർശന ക്ലബ് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാനൊരു യാത്രയിലാണ്. നിങ്ങൾ UDID കാർഡ് എടുക്കാത്തവരാണെങ്കിൽ ഞാൻ ഫ്രീ ആയി ശരിയാക്കി തരുന്നതാണ്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതാണ്. എന്നെ എപ്പോൾ വേണമെങ്കിലും വാട്സപ്പിൽ ബന്ധപ്പെടാം. എന്നെ വിളിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. യോഗാവസാനം നന്ദി പറഞ്ഞത് PRO ശ്രീ PUS KP കോട്ടപ്പുറം. യോഗം അവസാനിച്ചു. ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി യോഗ സമക്ഷം സമർപ്പിക്കുന്നു. ലീഡർ. അടുത്തതായി നമ്മൾ ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്നത് സിസ്റ്റർ ലിറ്റിയാണ്. സ്നേഹജ്യോതി കോൺവെന്റ് ആറ്റത്ര, ഞങ്ങളുടെ കോൺവെന്റിലെ മദർ സുപ്പീരിയർ ആണ്. മദർ സുപ്പീരിയർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളുടെ ഇടയിലെ ഒരു കൂട്ടുകാരി, ഒരു സഹോദരി, വളരെ എളിമയുള്ള, നല്ലൊരു കൗൺസിലിംഗ് നടത്തുന്ന, വളരെ എനർജറ്റിക് ആയിട്ടുള്ള, എല്ലാ പ്രവർത്തനങ്ങളിലും മികച്ചു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ പേഴ്സണാലിറ്റിയാണ് നമുക്ക് ഇന്ന് ഉദ്ഘാടനത്തിനായി എത്തിയിരിക്കുന്നത്. ഏറ്റവും സ്നേഹാദരത്തോടെ സിസ്റ്ററെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സിസ്റ്റർ, വെൽക്കം ടു ദ സ്ക്രീൻ. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ജോയ്സി മാഡത്തിന്റെ നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദി. സ്നേഹ ബഹുമാനായ സോളമനച്ച, സ്നേഹം നിറഞ്ഞ ബിന്ദു ടീച്ചർ, ബഹുമാനായ മിസ്റ്റർ ടെന്നീസ്, ദർശന ക്ലബിന്റെ സംഘാടകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ദർശന ക്ലബിനെ കുറിച്ച് ഏറെ നാളുകളായി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇതിന്റെ പല പ്രോഗ്രാമുകളും ക്ലിപ്പുകളും എല്ലാം ഞാൻ കാണാറുണ്ട്. സ്നേഹം നിറഞ്ഞ ജോയ്സി മാഡത്തിന് ദർശന ക്ലബിനെ കുറിച്ച് പറയുമ്പോ 100 നാവാണ്. ഇതിലെ അംഗങ്ങളെ കുറിച്ച് ഒത്തിരി സന്തോഷത്തോടെ മാഡം എന്നോട് പങ്കുവെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിതിന്റെ ഭാഗമായി എന്ന് തോന്നുന്നു. ഇതേക്കുറിച്ച് അറിയുമ്പോൾ കാണാനും കേൾക്കാനും എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അങ്ങനെ ആഗ്രഹിച്ചിരുന്ന സമയത്താണ് ജോയ്സി മാഡത്തിന്റെ കോൾ. തരുണത്തിൽ ഒത്തിരി സന്തോഷത്തോടെ നിങ്ങളോടൊപ്പം കുറച്ച് സമയം ആയിരിക്കുന്നതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളായിരിക്കുന്ന അവസ്ഥയില് നമ്മൾ ദൈവത്തിന് അതിന് വിശ്വസ്തത പാലിക്കുമ്പോൾ ദൈവം നമ്മെ ഒരു തരത്തിൽ അനുഗ്രഹിച്ചു തരികയാണ്. വിശുദ്ധ ബൈബിളിൽ നിങ്ങളെ കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട്. അത് നിങ്ങൾ ഭാവിയിൽ നൽകുന്ന പദ്ധതിയാണ്. അതെ, നമ്മളായിരിക്കുന്ന അവസ്ഥയില് ദൈവം നമുക്ക് നൽകുന്നതെല്ലാം ശുഭമാണ്, നല്ല പദ്ധതിയാണ്. നമ്മളായിരിക്കുന്ന അവസ്ഥയില് നമ്മൾ എങ്ങനെ പോസിറ്റീവായി റെസ്പോണ്ട് ഈ മൈക്ക് ഓഫ് ചെയ്യൂ പ്ലീസ്. ഏറ്റവും മൈക്ക് ഓഫ് ചെയ്യൂ. ആ ഒരു വിശിഷ്ട വ്യക്തി പ്ലീസ് പറയുന്നത് കേൾക്കും. മൈക്ക് ഓഫ് ചെയ്യൂ. ഓസ്ട്രിയൻ മനഃശാസ്ത്രജ്ഞനായ വിക്ടർ ഫ്രാങ്ക്ലിൻ പറയുന്നു, പല പ്രശ്നങ്ങൾക്ക് കാരണം നമുക്ക് ലക്ഷ്യബോധമില്ലാത്ത, ദൗത്യം ഇല്ലാത്തതാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തില് ദുഃഖവും പക്ഷെ നിങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാൻ പലപ്പോഴും എനിക്ക് പോലും മോട്ടിവേഷൻ കിട്ടാറുണ്ട് നിങ്ങളുടെ പല പ്രോഗ്രാമുകളും കാണുമ്പോൾ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമായൊരു ഗ്രൂപ്പാണെന്ന് സന്തോഷത്തോടെ നന്ദിയോടുകൂടി നിങ്ങളെ കുറിച്ച് പറയാൻ സാധിക്കും. വിക്ടർ ഫ്രാങ്ക്ലിൻ കടകടയിലായിട്ട് ഒത്തിരിയേറെ വേദനകളിലൂടെ കടന്നുപോയ മനുഷ്യനാണ്. ഒത്തിരി പരാജയങ്ങൾ അദ്ദേഹത്തിന് ജീവിതത്തിലുണ്ടായിരുന്നു. അദ്ദേഹം പലപ്പോഴും കടകടയിലുണ്ട്. ജീവിതമാണ്. പക്ഷെ അദ്ദേഹം ദൈവത്തിലേക്ക് അടുത്ത് ഫ്രാങ്ക്ലിൻ തന്റെ ജീവിതത്തില് കേൾക്കുന്നുണ്ടോ? കേൾക്കാനുണ്ട്. ക്ലിയർ ആണോ?
കേൾക്കുന്നുണ്ട് അല്ലെ? ക്ലിയർ ആണ്. ഫ്രാങ്ക്ലിൻ തന്റെ ജീവിതത്തിൽ ഈ പരാജയങ്ങളും ഈ വേദനകളൊക്കെ ഒരു മനഃശാസ്ത്ര വിഭാഗത്തിന് ഒരു പുതിയൊരു ചികിത്സാ രീതി അദ്ദേഹത്തിന്റെ വേദനകൾ കണ്ടുപിടിച്ചു. ആ വേദനകളും സഹനങ്ങളുമാണ് ഇന്നത്തെ ലോകത്തിലെ മനഃശാസ്ത്രത്തിലെ ലോഗോതെറാപ്പി എന്നൊക്കെ പറഞ്ഞൊരു തെറാപ്പി കണ്ടുപിടിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത്. അപ്പൊ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തില് നിങ്ങൾ ഒത്തിരിയേറെ മോട്ടിവേഷനൊക്കെ ഞങ്ങൾക്ക് നൽകുന്നുണ്ടെങ്കിലും ഒത്തിരിയേറെ നിങ്ങളെ സന്തോഷത്തിലും സമാധാനത്തിലും ആണെങ്കിലും നമ്മളെല്ലാം മനുഷ്യരാണല്ലോ. ചെറിയ വേദനകളും സഹനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അലട്ടുന്നുണ്ടായിരിക്കും. പക്ഷെ ഈ ഫ്രാങ്ക്ലിന്റെ മനോഭാവത്തില് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ദൈവം ഒന്നും നമുക്ക് പരാജയമായിട്ടല്ല, എല്ലാം ബൈബിള് പറയുന്നത് പോലെ നിങ്ങളെ കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനല്ല, നിങ്ങൾ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. എല്ലാം ശുഭമായി തീരട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ ഗ്രൂപ്പ് ഇത്രയും ക്രിയാത്മകമായിട്ട്, ഇത്രയും നന്നായിട്ട്, ഇത്രയും പോസിറ്റീവായിട്ട് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. 151 ഒരു സംഗമമാണ് ഇന്ന് നടക്കുന്നതെന്ന് അറിഞ്ഞാൽ ഒത്തിരി സന്തോഷം. ഈ ഗ്രൂപ്പിനെ ഒത്തിരി അനുമോദിക്കുകയാണ്. ഇത്രയും പേര് ഒരുമിച്ച് കൂടി എല്ലാ ശനിയാഴ്ചകളിലും ഒരു ക്രിയാത്മകമായിട്ട് തങ്ങളുടെ കഴിവുകള്, തങ്ങളുടെ ഗ്രൂപ്പിന്റെ ഐക്യമൊക്കെ പ്രകടിപ്പിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇന്ന് എല്ലാ കഴിവുകളുണ്ടായിട്ടും പലരും പരാജയത്തിലേക്ക് കുപ്പുകുത്തി വീഴുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ഇത്രയും ക്രിയാത്മകമായി ഇതെല്ലാം ചെയ്യുന്നതോർത്ത് ഒത്തിരി അഭിമാനിക്കുന്നു. നിങ്ങൾക്ക് ഒത്തിരിയേറെ അനുമോദനങ്ങളും ആശംസകളും നേരുകയാണ്. ഒപ്പം ഞാൻ നിങ്ങളോട്, നമ്മളെല്ലാവരും ഏറെ കുറവുകളുള്ള വ്യക്തികളാണല്ലോ, നമുക്ക് എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും പോരായ്മകളും വേദനകളും നൊമ്പരങ്ങളൊക്കെ ഉള്ളവരാണ്, എനിക്കുണ്ട്. എങ്കിലും ഇതിനൊക്കെ നമ്മൾ അതിജീവിക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിലെ ജീവിത വിജയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇടയ്ക്ക് ഫെഡപ്പ് ആവുക, അല്ലെങ്കിൽ നമ്മള് ഫ്രസ്ട്രേഷൻ ആവുക, അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ചില ടിപ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഞാൻ സാധാരണ പറയുന്നതും ഉപയോഗിക്കുന്നതായിട്ട് ഒരു ടിപ്പാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ പലപ്പോഴും കൗൺസിലിംഗ് രംഗത്ത് ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ പ്രാണായാമം എന്ന് പറയും. പ്രാണായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ശ്വാസോച്ഛ്വാസം നീട്ടി ഉള്ളിലേക്ക് എടുക്കുക, നീട്ടി പുറത്തേക്ക് ഇടുക, എന്നിട്ട് റിലാക്സ് ചെയ്യുക. വീണ്ടും അങ്ങനെ ഒരു 5 പ്രാവശ്യം നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റിലാക്സ് ചെയ്യുക. അപ്പൊ നമ്മുടെ ബോഡിയും നമ്മുടെ മൈൻഡും എല്ലാം നമുക്കൊരു റിലാക്സേഷൻ തെറാപ്പി എന്നാണ് അതിന് പറയുന്നത്. ഒപ്പം തന്നെ മറ്റൊരു ടിപ്പാണ് ജീവിതത്തെ പോസിറ്റീവായിട്ട് സമീപിക്കുക. ഒത്തിരി നമുക്ക് നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ ഒത്തിരി കാരണങ്ങളുണ്ട്, എങ്കിലും നമ്മൾ നമ്മുടെ ജീവിതത്തെ പോസിറ്റീവായിട്ട് കാണാൻ, പോസിറ്റീവായി ചിന്തിക്കുക, എല്ലാത്തിലും എല്ലാവരിലും നന്മ കാണുകയും ചെയ്യാം. നമ്മുടെ മാനുഷികമായി പലപ്പോഴും നമ്മളെ നയിക്കുക തിന്മ കാണാനും നെഗറ്റീവായി ചിന്തിക്കാനാണ്. പക്ഷെ നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുകയും എല്ലാത്തിലും എല്ലാവരിലും നന്മ കാണുകയും ചെയ്യുക. 3ാമത്തെ ഒരു ടിപ്പാണ് അവനവനെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും നിഷേധാത്മക ചിന്തകൾക്ക് പകരം ക്രിയാത്മകമായ ചിന്തകൾ വികസിപ്പിച്ചെടുക്കുക. അവ നമ്മുടെ സെൽഫ് ടോക്ക് ആക്കി മാറ്റുക. അതായത് നമ്മൾ മറ്റുള്ളവരെ കുറിച്ചും നമ്മളെ കുറിച്ചൊക്കെ നല്ല ചിന്തകൾ ഉണ്ടാക്കുക, ഒപ്പം അത് ക്രിയാത്മകമാക്കുക. അത് നമ്മുടെ സെൽഫ് ടോക്ക്, നമ്മൾ നമ്മോട് തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുക. ഒത്തിരിയേറെ ഇപ്പൊ ഒരു ഉദാഹരണം പറയണെങ്കിൽ, എനിക്ക് പാടാൻ കഴിയില്ല, പക്ഷെ ഞാൻ പാടാൻ പരിശ്രമിക്കാം. ഐ ക്യാൻ. ഒരു 10 പ്രാവശ്യം പറയാ ഐ ക്യാൻ, എനിക്ക് സാധിക്കും, എന്നെ കൊണ്ട് സാധിക്കും, ഐ ക്യാൻ. അങ്ങനെ നമ്മളെ തന്നെ പരിശീലിപ്പിക്കുക. പിന്നെ അഭിമുഖീകരിക്കാൻ പോകുന്ന സാഹചര്യത്തെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നോക്കിക്കാണുക. അങ്ങനെ ഒരു മെന്റൽ റിഹേഴ്സൽ നടത്തുക. ഇപ്പൊ ഞാൻ നാളെ ഒരു കാര്യം ചെയ്യാൻ പോകണമെങ്കിൽ ഇന്ന് തന്നെ ഒരു മെന്റൽ റിഹേഴ്സൽ നടത്തുക. അഭിമുഖീകരിക്കാൻ പോകുന്ന സാഹചര്യത്തെ ശുഭാപ്തി വിശ്വാസത്തോട് നോക്കിക്കാണുകയും അതിന് നാളത്തെ കാര്യം ഇന്ന് തന്നെ മെന്റൽ റിഹേഴ്സൽ നടത്തി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. 4ാമതൊരു കാര്യമാണ് കഴിവുകളുടെ പട്ടിക ഉണ്ടാക്കി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത് പരമാവധി ഉപയോഗിക്കുക. നമ്മുടെ കഴിവുകളുടെ പട്ടിക ഉണ്ടാക്കി ദൈനംദിന ജീവിതത്തിൽ അത് പരമാവധി ഉപയോഗിക്കുക. ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ എപ്പോഴും പോസിറ്റീവായിട്ടും എപ്പോഴും ക്രിയാത്മകമായിട്ടും എപ്പോഴും നന്മ നിറഞ്ഞതാക്കിയിട്ട് നമ്മൾ ജീവിതത്തെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും സന്തോഷമുള്ളവർ, നമ്മളെല്ലാവരും എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കും. ജീവിതത്തെ പോസിറ്റീവായി കാണുക ശ്രമിക്കും. ഒന്നൊരു കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ഒത്തിരി നന്മ നമുക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും ആശംസകളും പ്രാർത്ഥനകളും ഈ ഗ്രൂപ്പിൽ നേർന്നുകൊണ്ട് ഇനി നമുക്ക് കാണാമെന്നുള്ള ആശംസയോടെ അടുത്തു വരുന്ന ക്രിസ്മസിന്റെ എല്ലാവിധ മംഗളങ്ങളും ഭാവങ്ങളും എനിക്ക് നേർന്നുകൊണ്ടും
പുൽക്കൂട്ടിൽ ഉണ്ണീശോ നിങ്ങളെ നിരവധിയായി നന്മകളാൽ അലങ്കരിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ടും ഏറ്റവും സ്നേഹത്തോടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സിസ്റ്റർ. സിസ്റ്റർ നമുക്ക് ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. സിസ്റ്റർ വെറുതെ ടിപ്പ് പറഞ്ഞു തരുന്ന ആളല്ല, സിസ്റ്റർ ശരിക്കും അത് പ്രവർത്തിച്ച് ഞങ്ങൾ അത് അനുഭവിക്കുന്ന ആളാണ്. ഒരു ഇലയുടെ കനത്തിലാണ് സിസ്റ്റർ ഓടി നടന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുക. വലിയൊരു ഉത്തരവാദിത്തമാണ് ഇപ്പൊ സിസ്റ്ററിൽ പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് കിടപ്പ് രോഗികൾക്കുള്ള ഒരു കേന്ദ്രം തുടങ്ങാനാണ് ആറ്റത്രയില് ആളുടെ പദ്ധതി. 1 വർഷത്തിനുള്ളിൽ അത് പൂർത്തീകരിച്ച് ഇവിടുന്ന് ഗുഡ് ബൈ പറയുന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ സിസ്റ്ററിന് പ്രത്യേകമായിട്ട് ഓർക്കാം. അടുത്തതായി നമ്മൾ ഇന്നത്തെ മുഖ്യ അതിഥിയാണ് ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നത്. ടെന്നിസൺ ഒളരി. മിസ്റ്റർ ടെന്നിസൺ സ്റ്റേറ്റ് നാഷണൽ ലെവൽ പിസ്റ്റൽ ഷൂട്ടർ ആണ്. അതായത് ഒരു തോക്ക് കൊണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ അത്രയും കോൺസെൻട്രേഷനോടുകൂടി നല്ല ഫോക്കസ് ഉണ്ടായാൽ മാത്രമേ കൃത്യമായിട്ട് ആ പോയിന്റിൽ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോ സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും വിന്നറായി എന്ന് പറഞ്ഞാൽ നല്ല ഫോക്കസ് ഉള്ള വ്യക്തിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ ജീവിതത്തിലും കൃത്യമായ ഫോക്കസ് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് ഉയരങ്ങളിൽ എത്താനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോ അദ്ദേഹത്തിന്റെ മിസ്റ്റർ ടെന്നിസൺ ഇപ്പോ തൃശ്ശൂരിലെ ലേബർ വെൽഫെയർ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഏറ്റവും സ്നേഹപൂർവ്വം സാറിനെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചോളൂ. ആദ്യമായി ഞാൻ യോഗത്തിലെ സ്വാഗതം പറഞ്ഞു അധ്യക്ഷനായ സോളമൻ അച്ഛനെയും അതുപോലെ നമ്മുടെ ഉദ്ഘാടനം ചെയ്ത വിശിഷ്ടാതിഥിയായ ബിന്ദു ടീച്ചറെ ഞാൻ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൂടെ ഇരിക്കുന്ന ഈ എല്ലാ പാർട്ടിസിപ്പൻസും ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ നമസ്കാരം പറയുന്നു. ഞാൻ അത് എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ദർശന ക്ലബിന്റെ ഒരു മീറ്റില് വരുന്നതും കാണാനുള്ള സാഹചര്യം ഉള്ളതും. എല്ലാവർക്കും ഞാൻ നമസ്കാരം. ഞാൻ എന്നെ ആദ്യം പരിചയപ്പെടുത്തി തരാം. ഞാൻ ഒളരി സ്വദേശിയാണ്. എന്റെ വീട് ഒളരിയാണ്, തൃശ്ശൂർ അടുത്ത് ഒളരിയാണ്. ഞാൻ തൃശ്ശൂർ വെൽഫെയർ ബോർഡിൽ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യാണ്. അതിലുപരി ഞാൻ ഒരു നാഷണൽ ഷൂട്ടറാണ്. പാര കാറ്റഗറിയിലാണ് ഷൂട്ടിംഗ് നടത്തുന്നത്. നിലവിൽ ജനറൽ കാറ്റഗറി 2 കാറ്റഗറിയിൽ ഞാൻ മാച്ചസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നമ്മുടെ ഈ ക്ലബിലോട്ട് വരാനുള്ള കാര്യം അറിയാനായിട്ട് നമ്മുടെ സോൾമേറ്റ്സിനെ ഒരു മാസം മുമ്പ് കണ്ട് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. അപ്പോൾ അച്ഛനാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ ഒരു കൂട്ടായ്മയുണ്ട്, ടെൻഷനായി വരണം എന്ന് പറഞ്ഞത്. ഞാൻ കൂടുതൽ വലിയൊരു സ്പീച്ച് ഒന്നും നടത്തി അത്ര ഒരു കാര്യത്തിലുള്ള ഒരു അനുഭവങ്ങളൊന്നും എനിക്കില്ല. എങ്കിൽ തന്നെയും ഞാൻ അച്ഛനോട് പറയാൻ കാരണം എന്താ വെച്ചാൽ പാരാഷൂട്ടേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ കേരളത്തിൽ നിന്ന് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഷൂട്ടിംഗ് രംഗത്ത് പാരാഷൂട്ടിങ്ങിലുള്ളൂ. അപ്പൊ അച്ഛനോട് ഞാൻ സംസാരിച്ച് നമ്മുടെ കൂട്ടായ്മയിൽ നമുക്ക് അതിന് പറ്റിയ പാരാ ഷൂട്ടിംഗ് കൊണ്ടുവരാൻ പറ്റിയ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിനോട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ കൊണ്ടുവരാനും അതിലൊരു ഷൂട്ടിംഗ് റേഞ്ച് നമുക്ക് അനുവദിച്ച് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാൻ വേണ്ടി ഞാൻ അച്ഛനോട് സംസാരിച്ചു. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞ മീറ്റിംഗ് ഉണ്ട്, അപ്പൊ അതിൽ വരണം, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എല്ലാവരുമായിട്ട് സംസാരിക്കാം എന്നുള്ള ഒരു അറിവ് അച്ഛൻ തന്നത്. അതിനോടനുബന്ധിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു അവസരം വന്നതും ഞാൻ പറയുന്നു. ഷൂട്ടിങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 10 മീറ്റർ, 50 മീറ്റർ, 25 മീറ്റർ, 300 മീറ്റർ എന്നിങ്ങനെ ഉള്ളൊരു വിഭാഗങ്ങളിലാണ് നോർമലി ഇപ്പൊ ഷൂട്ടിംഗ് നടത്തുന്നത്. നമ്മുടെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അങ്ങനെയുള്ള ഇവന്റുകളാണ് സംഘടിപ്പിച്ചു വരുന്നത്. നമുക്ക് ഇതിനോട് താല്പര്യമുള്ള പല ആൾക്കാരുണ്ട്. പക്ഷെ എന്താണ് അതിന്റെ വഴി എന്താണെന്ന് അറിയാത്ത കുറെ പേരുണ്ട്. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ആരെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നറിയാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു സൊല്യൂഷനാണ് ഞാനിവിടെ പറയുന്നത്. അതിന് വേണ്ട കാര്യങ്ങൾ താല്പര്യമുള്ളവർ അങ്ങോട്ട് വരാം. അതിൽ കുട്ടികൾ ഒരു 13 വയസ്സ് തൊട്ടുള്ള കുട്ടികളെ തൊട്ട് നമുക്ക് മുകളിലേക്കുള്ളവർക്ക് നമുക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളത് ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കൊണ്ടുവരാം. പിന്നെ സിസ്റ്റർ പറഞ്ഞ പോലെ ഇതിലൊരു വലിയൊരു കാര്യമാണ് കോൺസെൻട്രേഷൻ മൈൻഡ് കൺട്രോൾ ആണ് ഇതൊരു ഒളിമ്പിക് ഇവന്റ് വരെയായി കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പൊ അതിനോട് താല്പര്യമുള്ളവരും ഈ ഒരു കാര്യത്തില് നമുക്ക് പുതിയ ആളുകൾ നമ്മുടെ ഇതിൽ വന്ന് പുതിയ അറിവുകൾ നേടാനൊക്കെ നമുക്ക് ഈ ക്ലബ് മുഖാന്തരം നടത്തുന്നു. എന്നിരുന്നാലും ഞാൻ എന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഷൂട്ടർ എന്ന നിലയ്ക്ക് ആരെങ്കിലും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കണക്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം.
കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. എനിക്ക് ഇങ്ങനൊരു അവസരം തന്നതിനും ഈ ഒരു കൂട്ടായ്മയിലേക്ക് എന്നെ വിളിച്ചതിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. എന്തായാലും പുതിയ ഒരു മേഖലയെ പറ്റിയിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ അറിവ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് കഴിയുന്ന എല്ലാവരും സാറിനെ കോണ്ടാക്ട് ചെയ്യുക. സാറിന്റെ നമ്പർ നമ്മുടെ പിയൂസിന്റെ കയ്യിലുണ്ട്. അപ്പൊ എല്ലാവർക്കും നല്ല ഉയരങ്ങളിൽ എത്താനായിട്ട് ഒരു പ്രചോദനമാകട്ടെ സാറിന്റെ ഈ വിസിറ്റ് എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ ഒരുപാട് പേർക്ക് ഒരു പുതിയ മേഖല തുറന്നു കിട്ടാൻ ഈ അവസരം സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സാർ. അടുത്തതായി നമ്മുടെ സോളമൻ ആണ്. നമ്മള് ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള അച്ഛനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു ജോയ്സ് ടീച്ചറെ. ഇന്നത്തെ യോഗത്തിലേക്ക് എത്തിച്ചേർന്ന വിശിഷ്ടാതിഥികൾക്കും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതവും നന്ദിയും ആദ്യമേ തന്നെ നേരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ കയറേണ്ടതായിരുന്നു. നമ്മുടെ 8-ാം തീയതിയുടെ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സ്ഥലങ്ങളിലേക്ക് ഒന്ന് പോവുകയായിരുന്നു. നല്ലൊരു പ്രതികരണമാണ് എനിക്ക് ലഭിച്ചത്. ഒത്തിരി പേര് സഹകരിക്കുന്നു എന്നുള്ളതില്. അപ്പോൾ നമുക്ക് ആ ദിവസം ഏറ്റവും ഭംഗിയായിട്ട് നടത്താനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നമ്മുടെ അവർ ലേഡി ഓഫ് സോറോസിന്റെ നേതൃത്വത്തിലാണല്ലോ സ്നേഹസംഗമം നടക്കുന്നത്. അവർക്ക് ഒരു സന്തോഷമായി തീരട്ടെ. അന്നത്തെ ദിവസം ഏറ്റവും ഗംഭീരമായിട്ട് നമുക്ക് നടത്താനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി അറിയാം, ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മള് അത്ലറ്റ് മീറ്റിൽ പങ്കെടുക്കാനായിട്ട് നമ്മൾ പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേര് ദർശനയോട് സ്നേഹം കാണിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് ഒത്തിരി സന്തോഷം അനുഭവപ്പെട്ട ഒരു ദിവസമാണ്. കാരണം നമ്മുടെ ദർശനയിലെ എല്ലാ വ്യക്തികളും ഒറ്റക്കെട്ടാണെന്ന് കാണിച്ചുകൊണ്ട് അവിടെ ചെന്നപ്പോഴേ റെപ്രസെന്റേറ്റീവ് ഡിസ്ട്രിക്ട് ഏതെന്ന് ചോദിച്ചപ്പോഴേ തൃശ്ശൂരിൽ നിന്നും ദർശനാന്നുമാണ് എഴുതിയിരുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത് ഒത്തിരി സന്തോഷം അനുഭവപ്പെട്ടു. ഞങ്ങളെല്ലാവരും ദർശനയ്ക്ക് വേണ്ടി നിലകൊള്ളും. ദർശനയിൽ നിന്ന് പഠിച്ചവരാണ് ഞങ്ങളെല്ലാവരും. ദർശനയോടൊപ്പമാണ് ഞങ്ങൾ ഉണ്ടാവുള്ളൂ എന്നുള്ള ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ സന്തോഷം. നമ്മൾ അധ്വാനിക്കുന്നതിന്റെ ഫലം അവിടെ തന്നെ വാക്കുകളിൽ നിന്ന് കിട്ടിയെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയും അങ്ങനെ തന്നെ തുടരാനായിട്ട് ആഗ്രഹിക്കുക. നമുക്ക് അത്ലറ്റ് മീറ്റിൽ നമുക്ക് കുറച്ച് ഫ്ലോപ്പുകൾ ഉണ്ടായി. നമ്മുടെ എല്ലാ ഫ്ലോപ്പ് അവരുടെ ഫ്ലോപ്പുകൾ ഉണ്ടായിരുന്നു. കാരണം മെഡലോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റോ ആർക്കും ലഭ്യമായിട്ടില്ല. കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കാം. അതുപോലെ തന്നെ നമുക്കിനി 8-ാം തീയതിയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രോഗ്രാം നമ്മൾ നടക്കാൻ പോകുന്ന വാർഷിക ആഘോഷം. അപ്പൊ അതില് സാധിക്കുന്നവരെല്ലാവരും പങ്കെടുക്കുക. നമ്മൾ കൂടെ പറയുന്നുണ്ട് എല്ലാവരും അതില്. അതുകൊണ്ട് തന്നെ സ്നേഹസംഗമത്തിലും കമ്മിറ്റി അല്ലെങ്കിൽ ഗ്രൂപ്പ് മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൊച്ചു സഹായങ്ങൾ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രത്യേകം പരിശ്രമിക്കാം. അതുപോലെ തന്നെ നമ്മള് ഒരു LD കുട്ടികളെ, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ഒരു 25 പേര് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ സാധിക്കുന്നവര് നമ്മൾ അത്തരത്തിലുള്ള കുട്ടികളെ 25 കുട്ടികളെ കണ്ടെത്താനായിട്ട് പരിശ്രമിക്കുക. 2-3 കുട്ടികളെ ആയിട്ടുള്ളൂ എന്നുള്ളതാണ്. മാക്സിമം കുട്ടികളെ കണ്ടെത്താനായിട്ട് പ്രത്യേകമായിട്ടൊന്ന് പരിശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഒരു അടുത്ത മാസം, അതായത് ഡിസംബർ മാസമല്ല, ജനുവരി മാസത്തില് നമ്മള് ഒരു കോഴ്സ് ആരംഭിക്കണം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ഒരുക്കങ്ങളൊക്കെ നമ്മൾ ഏകദേശം ഒരു 50% ഒരുക്കങ്ങളൊക്കെ ആയി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് താല്പര്യമുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ളവര് 18-നും 40-നും ഇടയ്ക്കുള്ള വ്യക്തികള്, ജോലിക്ക് സാധ്യതകൾ ആവശ്യമുള്ളവര്, ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവര് ഈ കോഴ്സിൽ പങ്കെടുക്കുക. പ്ലേസ്മെന്റ് നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് നമ്മളല്ല, ആ ഒരു ഓർഗനൈസേഷൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ മാക്സിമം എല്ലാവരും അതില് പങ്കെടുക്കാനായിട്ട് നമ്മുടെ കാണുന്ന വ്യക്തികളെയൊക്കെ കൂട്ടിച്ചേർത്ത് അതിലേക്ക് കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുന്നു. എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്ന ഒരു 10,000 രൂപയെങ്കിലും മാസത്തിലൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പൊ അതൊക്കെ ലഭ്യമാകാനായിട്ട് നമുക്ക് സാധിക്കും. ഭിന്നശേഷിയാണെന്ന് പറഞ്ഞ് പലരും ഇങ്ങനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ലോട്ടറി ഒക്കെ വിറ്റ് അല്ലെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ ഉപജീവനം നടത്തിക്കൊണ്ട് പോവുകയല്ല വേണ്ടത്. മറിച്ച് ഒത്തിരി നല്ലൊരു ജോലിയും ഒരു വൈറ്റ് കോളർ ജോബൊക്കെ നമുക്ക് കിട്ടുമ്പോൾ അത് വലിയ സന്തോഷമായിരിക്കും. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള മനസ്സുള്ള വ്യക്തികൾ നമ്മളിൽ ഉണ്ടാകണം. അത് ചെറുപ്പക്കാരെ നമ്മൾ വാർത്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാവരും മനസ്സ് കാണിക്കണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു.
പിന്നെ നമ്മുടെ ക്രിസ്തീയ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നാളെ മുതൽ ഡിസംബർ 1 തുടങ്ങുകയാണ്. അതിനെ തുടർന്ന് നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്നു. അപ്പൊ എല്ലാവരും നക്ഷത്രങ്ങളൊക്കെ ഇടും എന്നുള്ള പ്രതീക്ഷയാണ്. നമ്മുടെ ജീവിതത്തിലും ഒരു നക്ഷത്രമായി മാറാനായിട്ട് നമുക്ക് സാധിക്കണം. മറ്റുള്ളവർക്ക് പ്രകാശമേകാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പൊ യേശുക്രിസ്തു അതാണ്, പ്രകാശമായി തീർന്നു, മറ്റുള്ളവർക്ക് ഒരു വഴികാട്ടിയായിട്ട് തീർന്നു. നമ്മുടെ ജീവിതത്തിലും അത്തരത്തിലുള്ള ഒരു വഴികാട്ടിയാവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാത്രമല്ല, ഭിന്നശേഷിക്കാർ സാധാരണ ജനങ്ങൾക്ക് അങ്ങനെ ഒരു വഴികാട്ടിയായ ഒരു പ്രകാശമായിട്ട് ഒരു അറ്റ്ലീസ്റ്റ് ഒരു മെഴുകുതിരിയുടെ നാമ്പായിട്ടെങ്കിലും തീരാനായിട്ട്. പലപ്പോഴും വലിയ കൊടുങ്കാറ്റ് വരുമ്പോൾ നമ്മൾ അടഞ്ഞു പോവുമായിരിക്കും. പക്ഷെ എങ്കിലും ഉള്ള കാറ്റില് പിടിച്ചു നിന്നുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ചെറിയൊരു കൈത്തിരി വട്ടമായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മുടെ ഭിന്നശേഷി എന്നുള്ളത് അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നേറുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറട്ടെ. ഏത് തരത്തിലും ഞാൻ പറഞ്ഞ പഠന മേഖലയിലായിക്കൊള്ളട്ടെ, കായിക മേഖലയിലായിക്കൊള്ളട്ടെ, കലാമേഖലകളിലായിക്കൊള്ളട്ടെ, പിന്നെ അതുപോലെ ഭവനത്തിലായിക്കൊള്ളട്ടെ. നമ്മൾ ഓൾറെഡി 2 ദിവസം മുമ്പ് ജിനിയുടെ വീടൊക്കെ നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്തു കൊടുത്തു. നല്ലൊരു വീടാണ്. അപ്പൊ അവരെല്ലാവരും തന്നെ ഈ കിട്ടുന്നവര് കിട്ടിയത് മേടിച്ചു പോവുകയല്ല ചെയ്യേണ്ടത്, കിട്ടുന്നവര് കൂടെ നിൽക്കാനായിട്ട് പഠിക്കണം. പലവരും ഞാൻ കണ്ടിരിക്കുന്ന അവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നത്തെ ദിവസം തൊട്ട് അവാർഡ് കിട്ടിയവര് കാണാനില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് കാണാനില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവര് പിന്നെ പറ്റണമെങ്കിൽ ഒരു 4 തെറി പറയാനായിട്ട് നടക്കുന്നവരായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരായിട്ട് മാറരുത്. കിട്ടുന്നവര് കൂടുതൽ ഉത്തരവാദിത്വപൂർണ്ണത്തോടുകൂടി കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാനായിട്ട് തയ്യാറാവണം. അപ്പൊ അതിനുവേണ്ടി സന്മനസ് കാണിക്കുക. നമുക്ക് മാർച്ച് മാസത്തിൽ നമ്മുടെ വാർഷികാഘോഷമാണ്. അന്ന് ഒത്തിരിയേറെ വ്യക്തികൾ ഇതിലേക്ക് കടന്നു വരാനും ഒരു നല്ലൊരു പ്രോഗ്രാമായിട്ട് നമ്മുടെ തീർക്കാനൊക്കെ പരിശ്രമിക്കുന്നു. അപ്പോ നല്ലൊരു പിന്നെയും പറയുന്ന ഒരു നല്ലൊരു കൈത്തിരിയായിട്ട് മറ്റുള്ളവർക്ക് പ്രകാശമായി തീരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഒരിക്കൽ കൂടി സ്നേഹസംഗമത്തിന്റെ എല്ലാവിധ ആശംസകളും അവർക്ക് നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അച്ഛന് നന്ദി പറഞ്ഞാൽ തീരില്ല. കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ എത്രമാത്രം സ്ട്രെയിൻ എടുക്കണ്ടെന്ന് അത് ചെയ്യുന്നവർക്കറിയാം. അപ്പൊ ഒരാഴ്ചക്കുള്ളിൽ 6-7 കാര്യങ്ങളുടെ കമ്മിറ്റ്മെന്റുമായിട്ടാണ് അച്ഛൻ നടക്കുന്നത്. അതിനിടയില് ഈ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിലൊക്കെ സംബന്ധിക്കുന്നു. ഏറ്റവും ഹൃദയപൂർവ്വം അച്ഛനോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. നന്ദി അച്ഛ. അടുത്തതായി നമ്മള് വിശിഷ്ട അതിഥിയായിട്ട് ഒരു ടീച്ചറെയാണ് നമ്മുടെ സ്നേഹസംഗമത്തിലേക്ക് കിട്ടിയിരിക്കുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരിയാണ്. കൂട്ടുകാരി എന്നല്ല, സഹോദരി എന്ന് തന്നെ പറയാം. 17 വർഷം മുൻപ് ഞങ്ങൾ ഒരേ സ്കൂളിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഇപ്പൊ പറയുകയാണെങ്കിൽ ദർശനയിലെ എങ്ങനെയാ പരിചയം എന്ന് വെച്ചാല് DSS ഫ്രണ്ട്സ് തുടങ്ങിയ കാലം മുതൽ ഒരു അഭ്യുദയകാംക്ഷിയായി ദർശനയോടൊപ്പം ആരും അറിയാതെ പ്രവർത്തിച്ചു വരുന്ന ബിന്ദു ടീച്ചറെ വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ ഈ സ്നേഹ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബിന്ദു ടീച്ചർ, വെൽക്കം ടു ദ സ്ക്രീൻ. എല്ലാവർക്കും നമസ്കാരം. ദർശന സർവീസ് സൊസൈറ്റി അധ്യക്ഷൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ച വീഡിയോ നോക്ക്. വീഡിയോ ഉദ്ഘാടനം നിർവഹിച്ച സിസ്റ്റർ ടി മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്ന ശ്രീ ടെന്നിസൺ, മറ്റ് ദർശന സർവീസ് ക്ലബിലെ മറ്റു മെമ്പേഴ്സ്, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമായി ഞാൻ നിങ്ങൾക്ക് വലിയൊരു നന്ദി പറയാണ്. ചെറിയൊരു അധ്യാപികയായ എന്നെ നിങ്ങളുടെ ഇത്രയും വലിയൊരു സ്നേഹ സംഗമത്തിലേക്ക് മുഖ്യാതിഥിയായി ക്ഷണിച്ചതിനെ ഞാൻ ജോയ്സ് ടീച്ചറോടും പ്രത്യേകിച്ച് നിങ്ങൾ ഓരോരുത്തരോടും കടപ്പെട്ടിരിക്കുന്നു. ഇത്രയും വലിയൊരു കൂട്ടായ്മയാണ്, ഇത്രയും വലിയൊരു സ്നേഹ സംഗമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ഇന്നാണ് മനസ്സിലാക്കുന്നത്. ഇംഗ്ലീഷിൽ ഒരു പഴമൊഴിയുണ്ട്. ലിറ്റിൽ തിങ്സ് എന്ന് പറയുന്ന ഒരു കവിതയിൽ ഒരു ഭാഗമാണ്. ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് എ മൈറ്റി ഓഷ്യൻ. നമ്മുടെ ഒരു കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് വലിയ വലിയ സംഭവങ്ങൾ ലോകത്ത് സൃഷ്ടിക്കപ്പെടുന്നത്. ചെറിയ കൊച്ചു കാര്യങ്ങൾ പോലും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് നിങ്ങളുടെ ഈ സ്നേഹ സംഗമത്തിൽ ആയിരുന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒട്ടേറെ പരിമിതികൾ ഉള്ളവരാണ് ഈ സംഘടനയിലുള്ളതെന്നും അതുകൊണ്ട് തന്നെ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് പിന്നാക്കം നിൽക്കേണ്ടവരാണ് എന്ന തോന്നലുകൾ ഉണ്ടെങ്കിൽ കൂടി എപ്പോഴും മുന്നോട്ട് വരാൻ, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഈ സംഘടനയിലൂടെ നിങ്ങൾക്കാകുന്നു എന്നത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. ഒപ്പം സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ തോൾ ചായ്ക്കാൻ ഒരു തോള് കിട്ടുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം.
എപ്പോഴും എത്രയോ കഴിവുള്ളവരായാലും എത്രയോ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവരായാലും മനുഷ്യനെ കീഴ്പ്പെടുത്താനാവാത്ത ഒന്നാണ് മനസ്സ്. നമ്മള് ഹെൽമെറ്റ് ഒക്കെ ഇടും തലയ്ക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, പക്ഷെ നമ്മുടെ മനസ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഇടുന്നുണ്ടോ? ഇല്ല. അപ്പൊ ആ മനസ്സിനെ പിടിച്ചടക്കുക എന്നതാണ് ഏറ്റവും വലിയ ധർമ്മം നമ്മുടെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ സ്നേഹ സംഗമം നിങ്ങളുടെ മാനസികമായ വ്യാപാരങ്ങൾക്ക് നല്ലൊരു മേഖലയാണ്. ഒരു സങ്കടങ്ങൾ വരുമ്പോൾ തോൾ ചായ്ക്കാനുള്ള ഒരു കൂട്ടായ്മ, ഒരു സൗഹൃദം, അത് നിലനിർത്താൻ ഈ സ്നേഹസംഗമം 181ാമത്തെ സ്നേഹസംഗമം ആണെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോ അത്രയും പരിപാടികൾ ഇവിടെ നടത്താൻ, പിന്നെ ഇവിടെ നടന്ന കുറെ പരിപാടികൾ കേട്ടു, അതൊക്കെ നടത്താൻ കഴിഞ്ഞത് ഈ സംഘടനയുടെ വലിയൊരു പ്രവർത്തനം തന്നെയാണ്. അപ്പൊ അതിലെ ഒരു ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നമ്മൾ ഈ സങ്കടങ്ങളുടെ ലോകത്ത് ജീവിക്കുമ്പോൾ വിചാരിക്കും, ഈ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയോ കാണുമ്പോൾ വിചാരിക്കും നമ്മൾ മാത്രം ഒറ്റപ്പെട്ടു പോയോ, അല്ലെങ്കിൽ നമ്മൾ മാത്രം തളർന്നു പോയോ, നമുക്ക് മാത്രം ഒന്നും പറ്റാതെയായി. അങ്ങനെയല്ല. പ്രാഞ്ചിയേട്ടൻ സിനിമയിൽ പറഞ്ഞതുപോലെ ഈ പുറമേ കാണുന്നതൊന്നുമല്ല ആരുടെയും ജീവിതം. എല്ലാവരുടെ ജീവിതത്തിലും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതിനെയൊക്കെ എല്ലാവരും മറികടക്കേണ്ടത്. ആരും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വരില്ല. ആരും നമുക്ക് ഒന്നും അവസാന സമയങ്ങളിലെ എല്ലാ കാര്യങ്ങളിലും തീരുമാനങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് സെൽഫ് മോട്ടിവേഷനും സെൽഫ് ലവുമാണ്. അത് എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയണം. നമ്മളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നമ്മൾ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. നമ്മൾ ഓരോരുത്തരും ഈ ക്ലബിലെ, ഇപ്പൊ ഇവിടെ ഈ ഗ്രൂപ്പിലായിരിക്കുന്ന അധികം പേരും ഓരോ കുടുംബങ്ങളിൽ ഉൾപ്പെടുന്നവരായിരിക്കണം. നമ്മളുടെ കുടുംബത്തെ നമുക്ക് ഒരു സ്വർഗമാക്കി മാറ്റാൻ കഴിയും. ഇപ്പോൾ ഞാൻ ഒരു സ്കൂളിൽ പ്രവർത്തിക്കുന്ന ഒരു അധ്യാപികയാണ്. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒരുപാട്. അപ്പൊ നിങ്ങള് പരിമിതിയുള്ളവരായാൽ പോലും നമ്മളുടെ കുഞ്ഞുങ്ങളെ മികച്ച ഒരു ലോകത്തെ വാർത്തെടുക്കാൻ, അതിന്റെ ഒരു ഭാഗമാക്കാൻ, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിന്ന്, അവർക്ക് വേണ്ടത് തുറന്നു പറയാൻ ഒരു സ്ഥലമാണ്. തിരക്ക് പിടിച്ച ഈ ലോകത്ത് നമ്മളെ കുഞ്ഞുങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നമാണത്, തുറന്നു പറയാൻ ഒരാളില്ലായ്ക. അപ്പൊ അതിന് ഒരു വേദിയാകാൻ ഒരു പോസിറ്റീവ് വൈബ് അത് നമ്മുടെ വീടുകളിൽ, ആ വീടുകളിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ അത് സമൂഹത്തിലേക്ക് അത് വ്യാപരിക്കും. അപ്പോൾ അതിന് വേണ്ട പ്രവർത്തനങ്ങൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് പരിമിതി ഒന്നും ഒരു ബാധകമേ അല്ല. കൊച്ചു കുഞ്ഞുങ്ങൾ, അവർക്ക് വേണ്ടത് ഒരു തലോടലാണ്, ഒരു സ്നേഹമാണ്. അത് നിങ്ങൾ ആരായിക്കോട്ടെ, അമ്മയോ അച്ഛനോ അമ്മായിയോ മേമയോ ആരും ആയിക്കോട്ടെ, അങ്ങനെ ആ ഒരു റോളിലേക്ക് കടന്നു വന്ന് പുതിയൊരു തലമുറയുടെ ഒരു ഭാഗമാകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒപ്പം നിങ്ങൾക്ക് കഴിയുന്ന ഓരോ പ്രവർത്തനങ്ങളിലും നിങ്ങൾക്ക് കഴിയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അത് സമൂഹത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് മേഖലകൾ ഉണ്ട് എന്നറിയാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വൈറ്റ് കോളർ ജോബുകൾ നിങ്ങളെ തേടി നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ആ അവസരങ്ങളൊക്കെ മുതലെടുത്തും കൊണ്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് കടന്നു വന്ന് നമ്മളുടെ പരിമിതികളെ മറികടന്നുകൊണ്ട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഇമാജിനേഷൻ ഈസ് സ്ട്രോങ്ങർ ദാൻ നോളജ് എന്നാണ്. അപ്പോൾ ആ ഇമാജിനേഷൻ ഉണ്ടായിരിക്കണം എല്ലാവർക്കും. ആ സ്വപ്നങ്ങൾ ഇമാജിൻ ചെയ്തുകൊണ്ട്, ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട്, ആ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതം ഒരു സക്സസ്ഫുൾ ആയിട്ട് മാറ്റാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ പ്രാർത്ഥനകളും നേർന്നുകൊണ്ട്, ഒപ്പം ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും ആശംസകൾ അറിയിച്ചുകൊണ്ട് എന്നെ ഇവിടേക്ക് ക്ഷണിച്ച നിങ്ങൾക്ക് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അപ്പൊ ഈ സ്നേഹ സംഗമത്തിന് എത്തിച്ചേർന്ന ബിന്ദു ടീച്ചർക്ക് പ്രത്യേകം നന്ദി. ബിന്ദു ടീച്ചറുടെ ഒരു പ്രത്യേകത ഞാൻ പറയേണ്ട ആൾക്ക് താല്പര്യമൊന്നുമില്ല, എന്നാലും ഞാൻ പറയാതിരിക്കുന്നില്ല. പഠിക്കുന്ന കുട്ടികളെക്കാൾ കൂടുതൽ പഠിക്കാത്ത കുട്ടികളെ ചേർത്ത് നിർത്തുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ് ബിന്ദു ടീച്ചർ. കിട്ടുന്ന ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് എന്നെ വർക്ക് ചെയ്തിരുന്നത്. ആ സമയത്ത് കിട്ടുന്ന ശമ്പളത്തിന്റെ വലുപ്പം നോക്കാതെ തന്റെ കഴിവുകൾ മൊത്തമായിട്ട് കുട്ടീനെ എങ്ങനെ ആ പഠിതാവിന്റെലേക്ക് കേന്ദ്രീകരിച്ചു ഉയർത്തിക്കൊണ്ടുവരാൻ 100ൽ 110% പ്രവർത്തിച്ചിട്ടുള്ള ഒരു അധ്യാപികയാണ് ടീച്ചർക്ക്. എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാ സന്തോഷകരമായ ഭാവി ജീവിതവും ആശംസിക്കുന്നു. താങ്ക് യു. നന്ദി പറയുന്നതായി നമുക്ക് ഇന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നത് ബൈബിൾ എഴുതിക്കൊണ്ട് സദാസമയം ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും സദാസമയം വചനത്തിനു വേണ്ടി
കാവലാളായി നിൽക്കുകയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനയിൽ രാപകൽ കഴിയുകയും ചെയ്യുന്ന ഞങ്ങളുടെ ഓമന ചേച്ചിയാണ്. ഓമന ചേച്ചി ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി പറയാനായി ക്ഷണിക്കുന്നു. താങ്ക് യു ജോയ്സ് ടീച്ചർ. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ആദ്യമായി ഞാൻ നന്ദി പറയുന്നത് നമ്മെ ഇവിടെ ഒന്നിച്ചു ചേർക്കാൻ അവസരമൊരുക്കിയ ദൈവത്തിന് ആയിരം നന്ദി പറയുന്നു. ഈ അവസരത്തിൽ ഈശോ എന്നോട് ഒരു വചനം പറയാൻ പറയുന്നുണ്ട്. നിരന്തരം പ്രാർത്ഥിക്കുവിൻ, എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കുവിൻ, എപ്പോഴും നന്ദി പ്രകാശിപ്പിക്കുന്നവരായിരിക്കുവാനാണ് പറയുന്നത്. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾക്ക് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കാം. പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് ഇവിടെ പറയാൻ തന്നിരിക്കുന്ന എന്റെ ഒരു കർത്തവ്യം നന്ദി പറയലാണ്. അത് എത്രയും നല്ല ആത്മാർത്ഥതയോടെ ചെയ്തു തീർക്കുവാൻ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. പ്രിയ സുഹൃത്തുക്കളെ, ദർശന സർവീസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും നടത്തപ്പെടുന്ന 151 സ്നേഹ സംഗമത്തിന്റെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞതിൽ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഈ പരിപാടിയുടെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ഡയറക്ടറുമായ റവറന്റ് ഫാദർ സോളമൻ കടമ്പാറപ്പുറമ്പിൽ സീമയച്ഛനും ദർശന സൊസൈറ്റിയുടെ പേരിലും ഈ അവർ ലോഡിസ് സർവോസ് ഗ്രൂപ്പിന്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. ഈ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച സിസ്റ്റർ ആറ്റത്തറ സ്നേഹജ്യോതി കോൺവെന്റ് മഠത്തിലെ സിസ്റ്റർ ലിറ്റി മദർ സുപ്പീരിയറിനും നന്ദി പ്രകാശിപ്പിക്കുന്നു. വചനത്തിലൂടെ നമ്മൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന സിസ്റ്ററിനെ പ്രത്യേകമായി നന്ദി അർപ്പിക്കുന്നു. ഇവിടെ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന ക്ലർക്ക് വെൽഫെയർ ബോർഡ് തൃശൂർ ഷൂട്ടർ ഡെന്നിസ് സാറിനും നന്ദി അറിയിക്കുന്നു. സാറിന്റെ അറിവിലുള്ള കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞു തന്ന് അറിവിലേക്ക് നമ്മൾ എത്തിച്ച സാറിനും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഇവിടെ വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന അന്തിക്കാട് ഹൈസ്കൂൾ സയൻസ് ബിന്ദു ടീച്ചറിനും നന്ദി അറിയിക്കുന്നു. ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മളെ സന്തോഷമായിട്ടിരിക്കുവാനും നമ്മളെ ഉത്തേജനം നൽകിയ ആ ടീച്ചറിനും ഒരുപാട് നന്ദി പറയുന്നു. ഇവിടെ ഈ പരിപാടിയുടെ അവതരണം ഭംഗിയായി നിർവഹിച്ച ഞങ്ങളുടെ എല്ലാമായ ശ്രീമതി ജോയ്സ് തോമസിനും നന്ദി അറിയിക്കുന്നു. എന്ത് കാര്യം ചോദിച്ചാലും അത് അപ്പൊ തന്നെ അതിന് ടീച്ചർ നമുക്ക് അതിന് അറിവ് പറഞ്ഞു തരും. എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ടീച്ചറിനും ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ ഏറ്റവും ഭക്തിയോടെ മനോഹരമായി പ്രാർത്ഥനാകാരം ആലപിച്ച ശ്രീമതി ലിംസ് ജോസഫിനും നന്ദി അറിയിക്കുന്നു. ഏറ്റവും ബഹുമാനത്തോടെ യേശുവിന്റെ വാക്കുകളോടെ എല്ലാവരെയും സ്വാഗതം ചെയ്ത ശ്രീമതി ലിസി ആന്റണിക്കും ഞാൻ നന്ദി അർപ്പിക്കുന്നു. എല്ലാ ഗ്രൂപ്പിന്റെയും റിപ്പോർട്ട് വായിക്കുന്ന ശ്രീ ജോസ് കൊരട്ടിക്കും നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാമായ PRO ശ്രീ പിയൂസ് കോട്ടപ്പുറത്തിനും നന്ദി അർപ്പിക്കുന്നു. ഇനി എനിക്ക് ഇവിടെ നന്ദി പറയാനുള്ളത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഗ്രൂപ്പിലെ എന്റെ പ്രിയ കൂട്ടുകാരോടും ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകമായി അവർ ലേഡീസ് സൊറോസ് ഗ്രൂപ്പിലെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി പറയുന്നു. പ്രകാശധാര കഥ പറയൽ മത്സരത്തിൽ സമ്മാനാർഹരായ ഫസ്റ്റ് ലഭിച്ച സിനി വർഗീസിനും തേർഡ് ലഭിച്ച നീന ഡോക്ടർക്കും ജെസ്സി കണിമംഗലം അവർക്കും പ്രത്യേകമായി അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. അപ്പൊ എന്റെ ഈ കർത്തവ്യം കഴിഞ്ഞു. എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയ കൂട്ടുകാർ എന്നോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഓക്കെ, നമസ്കാരം, നന്ദി. വളരെ ഭംഗിയായി നമ്മുടെ ഓമന ചേച്ചി സ്വതസിദ്ധമായ ശൈലിയിൽ നന്ദി അവതരിപ്പിച്ചു. എന്തായാലും ഈ വേദി ശരിക്കും ഒരു സ്നേഹത്തിന്റെ സംഗമം തന്നെയായിരുന്നു. നമ്മുടെ സ്വപ്നങ്ങൾ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവാണ് അല്ലെ. 1 മാസം ബാക്കിയുണ്ട് പുതിയ സ്വപ്നങ്ങൾ കാണാനും നമുക്ക് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനൊക്കെ ദൈവം സഹായിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവർഷത്തിന്റെയും ആശംസകൾ വളരെ നേരത്തെ കൂട്ടി. ഇനി ഞങ്ങള് പുതിയ ഒരു വർഷത്തിലല്ലേ അവർ ലേഡി ഓഫ് സോറോസ് ഗ്രൂപ്പിന്റെ സ്നേഹസംഗമം ഉണ്ടാവുക. അതുകൊണ്ടാണ് കേട്ടോ. എല്ലാവർക്കും പുതുവർഷത്തിന്റെയും ക്രിസ്മസിന്റെയും മംഗളങ്ങൾ നേരത്തെ കൂട്ടി അറിയിക്കുന്നു.